LSS വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിസര പഠനത്തിൻ്റെ മോഡൽ എക്സാമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പേപ്പർ 1 ഇംഗ്ലീഷ്, മലയാളം, GK ഈ 3 കാര്യങ്ങളും ചെയ്തിരുന്നു. 3 വിഷയത്തിൻ്റെയും മോഡൽ എക്സാം ചെയ്തിരുന്നു. അപ്പോൾ ഇനി പേപ്പർ 2 പാർട്ട് എയും ബിയും ഉണ്ടാവും. അപ്പോൾ പേപ്പർ 2 പാർട്ട് എ പരിസര പഠനമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മോഡൽ എക്സാമാണ് ഇന്ന് ചെയ്യുന്നത്. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പരിസര പഠനത്തിൽ വരുന്നത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് വീതമാണെന്ന് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ചില ചോദ്യങ്ങൾക്ക് 1 മാർക്ക്, ചില ചോദ്യങ്ങൾക്ക് 2 മാർക്ക്, ചിലതിന് 3-4 മാർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ABC എന്ന് പറഞ്ഞിട്ടുള്ള സബ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതേപോലെ രണ്ടാമത്തെ ചോദ്യത്തിലും ABC എന്ന് പറഞ്ഞിട്ടുള്ള സബ് ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിൽ മാർക്ക് വ്യത്യാസം വരും. അതിനനുസരിച്ച് മാർക്കിന് നോക്കിയിട്ടേ ഉത്തരം എഴുതാൻ പാടുള്ളൂ. കറക്റ്റ് ആൻസർ എഴുതാൻ ശ്രമിക്കുക. എക്സാം ഹാളിലാണെന്ന് വിചാരിച്ചിട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഡൽ എക്സാം വെറുതെ കണ്ട് കേട്ട് പോവരുത്. എന്ത് ചെയ്യണം? എക്സാം ഹാളിലാണെന്ന ധാരണയോട് കൂടിയിട്ട് എഴുതണം. പിന്നെ ആൻസർ കീ ഞാനിതിൽ ചെയ്തിട്ടില്ല. പിന്നെ ആൻസർ കീ വേണ്ടവർ എന്ത് ചെയ്യുക? ടീച്ചർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ടീച്ചർ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ ആൻസർ കീ വിടും. അത് നോക്കിയിട്ട് എത്ര മാർക്ക് ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ മോഡൽ എക്സാമിൽ ഇനി മാത്സ് മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ എന്ത് ചെയ്യാണ്? 80 മാർക്കിൻ്റെ മോഡൽ എക്സാമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാത്സിൻ്റെ മോഡലും കൂടി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ വായിച്ച് തരില്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആ ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലൊക്കെ ക്വസ്റ്റ്യൻ വായിച്ച് തരുന്നത്. അപ്പം ഇനി 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കൂല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം എഴുതണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴുള്ളൂ നിങ്ങൾക്ക് ഇതുപോലത്തെ മോഡൽ എക്സാം ഒക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം കിട്ടുള്ളൂ. അല്ലാതെ ടീച്ചർ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് അത് വിശദീകരിച്ച് തന്നത് നിങ്ങളെ ഉത്തരത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയി ഉത്തരം മാത്രം നിങ്ങൾ എഴുതിയതുകൊണ്ട് നിങ്ങൾക്കത് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങളെന്താണ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി എക്സാമിലെ ആ ഒരു പ്രതീതിയോട് കൂടിയിട്ട് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിലും അത് ഉപകാരപ്പെടും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കൂടിയിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുക, അറിയുന്ന ആൻസർ ഒന്നാമത്തെ ചോദ്യം, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നന്നായി നിരീക്ഷിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ചിത്രം നിരീക്ഷിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ 1 A ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയ്ക്കും 2 ഉദാഹരണ വീതം എഴുതുക എന്നുള്ളതാണ്. അതിന് 2 മാർക്കാണ്. അതായത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയ്ക്ക് 2 ഉദാഹരണം എഴുതണം, മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയ്ക്കും 2 ഉദാഹരണം എഴുതണം. അങ്ങനെ 2 എണ്ണം എഴുതിയാൽ ടോട്ടൽ 4 എണ്ണം എഴുതിയാൽ അവിടെ 2 മാർക്ക് കിട്ടും. ഇനി ഇതിൽ B ചോദ്യം, ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? ഇതിന് 1 മാർക്കാണ്. ഇനി അതിൽ C ചോദ്യം, മുതലയുടെ 2 അനുകൂലനങ്ങൾ എഴുതുക. മുതലയുടെ 2 അനുകൂലനങ്ങൾ എഴുതുക. ഇതിന് 2 മാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിന് 5 മാർക്കാണ് വരിക. അതിൽ 2 മാർക്കിൻ്റെ 1, 1 മാർക്കിൻ്റെ 1, പിന്നെ Cൻ്റെ 2 മാർക്ക്. അങ്ങനെ 5 മാർക്കാണ് ഒന്നാമത്തെ ചോദ്യത്തിന്. ഇനി രണ്ടാമത്തെ ചോദ്യം, 2 A ചോദ്യം, ആമ ഒരു ഉഭയജീവിയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണസഹിതം വ്യക്തമാക്കുക. ആമ ഒരു ഉഭയജീവിയാണെന്നുള്ളൊരു പ്രസ്താവന തന്നു. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിൻ്റെ കാരണസഹിതം വ്യക്തമാക്കാനാണ്. അതിന് 2 മാർക്ക്. ഇനി 2 B ചോദ്യം, ചിത്രത്തിൽ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏതെന്ന് കണ്ടെത്തി എഴുതി പൂർത്തിയാക്കാനാണ്. ഇവിടെ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ ഈ മത്സ്യത്തിനെ നോക്കി അതിന് മത്സ്യത്തിന് ശ്വസിക്കാൻ സഹായമായ ഏതോ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഏതാണെന്ന് അടയാളപ്പെടുത്തി അത് ഏതാണെന്ന് എഴുതുകയും വേണം. അങ്ങനെ 2 മാർക്കാണ് അവിടെ വരുന്നത്. ഇനി 2 C, മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ സഹായകമാവുന്ന ഏതെങ്കിലും ഒരു സവിശേഷത എഴുതാനാണ്. മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ സഹായകമാവുന്ന ഏതെങ്കിലും ഒരു സവിശേഷത എഴുതുക. ഇനി അടുത്ത 3ാമത്തെ ചോദ്യം, മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? 4, ജലനഷ്ടം കുറയ്ക്കാൻ കള്ളിമുൾച്ചെടിയെ സഹായിക്കുന്നത് അതിൻ്റെ ഏത് ഭാഗമാണ്? ജലനഷ്ടം കുറയ്ക്കാൻ കള്ളിമുൾച്ചെടിയെ സഹായിക്കുന്നത് അതിൻ്റെ ഏത് ഭാഗമാണ്? അടുത്തത് 5ാമത്തെ ചോദ്യം, ഓന്തുകൾ നിറം മാറുന്നത് എന്തിനു വേണ്ടിയാണ്?
നമുക്കറിയാം ഓന്തുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഓന്തുകൾ നിറം മാറുന്നത് എന്തിനു വേണ്ടിയാണ്? ആറാമത്തെ ചോദ്യം, ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത്? ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത്? ഇനി ഏഴാമത്തെ ചോദ്യം, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സവിശേഷതയാണ് ഡാഷ്. ആ ഡാഷ് ഇട്ട് കൊടുത്ത് എന്താണ് ആ സവിശേഷതയുടെ പേര് എന്നാണ് പൂരിപ്പിക്കേണ്ടത്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അവരുടെ ആ കഴിവുണ്ടല്ലോ, അതിനെന്തോ ഒരു പേര് നമ്മൾ പറയും. ആ പേരാണ് അവിടെ എഴുതേണ്ടത്. ഇതിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എ ബി സി ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷന് അനുബന്ധനം, ബി ഓപ്ഷന് ആവാസം, സി അനുകൂലനം, ഡി ആവാസ വ്യവസ്ഥ. ഈ 4 ഓപ്ഷനിലും നോക്കുക, അത് കറക്റ്റായിട്ട് ഏതാണോ ഉത്തരം വരുന്നത് അത് മാത്രം എടുത്തെഴുതുക. ഇനി എട്ടാമത്തെ ചോദ്യം, ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഉണ്ട്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കുക, ജലമലിനീകരണം, കീടനാശിനികളുടെ അമിതോപയോഗം. അപ്പോൾ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം വരുന്നത്. ഈ പെടുന്നത് ഏത് പെടാത്തത് ഏത് എന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ശ്രദ്ധയിൽ പെടാത്ത ചോദ്യം രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ പ്രവർത്തനങ്ങളിൽ പെടുന്നത് ഏത് എന്നായിരിക്കും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾക്കിങ്ങനെ തോന്നുക. അപ്പോൾ അവിടെ പെടാത്തത് ഏത് എന്നാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. അപ്പോൾ ഇവിടെ ഓപ്ഷന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കുക, ജലമലിനീകരണം, കീടനാശിനികളുടെ അമിതോപയോഗം. ഇതിലേതാണ് പെടാത്തത് എന്നാണ് എഴുതേണ്ടത്. ഇനി 9ാമത്തെ ചോദ്യം, സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് ഏത് ഭാഗത്ത് വെച്ചാണ്? പൂവ്, വേര്, കായ, ഇല. ഈ 4 ഓപ്ഷൻ നോക്കുക, കറക്റ്റ് ആൻസർ എഴുതുക. 10ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതിന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഓപ്ഷൻസ് പ്രാവ്, തവള, കരിമീൻ, അണ്ണാൻ. പ്രാവ്, തവള, കരിമീൻ, അണ്ണാൻ. ഇതിലേതോ ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ പെടാത്തതുണ്ട്, അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് അത് കൂട്ടത്തിൽ പെടാത്തതാവുന്നത്. അത് ഏതാണെന്ന് നോക്കി ഉത്തരം മാത്രം എടുത്തെഴുതുക. ഇനി 11ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് ജീവിക്കാണ് ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്ന വിരലുകൾ ഇല്ലാത്തത്? താഴെ പറയുന്ന 4 ജീവികളിൽ ഏതോ ഒരു ജീവിക്ക് ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്ന വിരലുകൾ ഇല്ലാത്തത്. ആ ഒരു പ്രത്യേകത നോക്കിയിട്ട് ഏതാണ് ഉത്തരം അത് എഴുതാനാണ്. അപ്പോൾ ഇവിടെ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്ന വിരലുകൾ ഇല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്ന വിരലുകൾ ഉള്ള ജീവിയാണ് നമ്മൾ കണ്ണിൽ വരിക. അപ്പോൾ അതല്ല, വിരലുകൾ ഇല്ലാത്തത് എന്നാണ് ചോദ്യം, അത് ശ്രദ്ധിക്കണം. അതിന് ഉത്തരം എഴുതുക. ഇനി അടുത്തത് ലാസ്റ്റ് ചോദ്യം, 12ാമത്തെ ചോദ്യം, തലയിൽ ഹൃദയമുള്ള ജീവി ഏത്? തലയിൽ ഹൃദയമുള്ള ഏതോ ഒരു ജീവിയുണ്ട്, ആ പേര് എഴുതാനാണ്. ഇങ്ങനെ 12 ചോദ്യങ്ങളാണ് പരിസര പഠനത്തിന് വരിക. അതിൽ 2 ചോദ്യങ്ങൾ 5 മാർക്കിന് വരും, ബാക്കിയൊക്കെ ഓരോ മാർക്കിന് വരും. അതിൽ ഓപ്ഷൻ ഉള്ളതുണ്ടാവും, ഓപ്ഷൻ ഇല്ലാത്തതുണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ്റെ രീതി വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഇനി ഒരു മോഡൽ എക്സാം ടീച്ചർ ചെയ്യുന്നത് ഗണിതത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അത് ഇരുന്ന് പഠിക്കുക. അതേപോലെ ടീച്ചർക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ പഠിക്കണം. ഇനി കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. എക്സാമിനോട് നമ്മളിങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ ഈ ഒരു എക്സാം കഴിയുന്നത് വരെ കുറച്ചൊക്കെ കളി മാറ്റി വെച്ചിട്ട്, കളിക്കണ്ടെന്നല്ല, പക്ഷെ കുറച്ച് സമയം കളി മാറ്റി വെച്ചിട്ട്, അതേപോലെ ഫോണിലൊക്കെ വെറുതെ ഇങ്ങനെ സമയം ഇരുന്നിട്ട് കളിയുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം. നമ്മുടെ മുന്നിൽ ഒരു വലിയൊരു ലക്ഷ്യമുള്ളതാണ് LSS നല്ല രീതിയിൽ പാസ്സാവുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇനിയൊരു LSS എഴുതാനൊരു അവസരം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പഠിക്കണം. എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ്സാവും വേണം. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ, നന്നായി മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഗണിതത്തിൻ്റെ മോഡൽ എക്സാമുമായി വരാം. ഓക്കെ, താങ്ക്